ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണല്ലോ ലാലേട്ടൻ പങ്കുവെച്ച ഒരു ആടിന്റെ വീഡിയോ. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഫേസ്ബുക്കിലൂടെ പ്രകാശ് വർമ്മ എന്ന തുടരും സിനിമയിലെ വില്ലൻ കഥാപാത്രം സംവിധാനം ചെയ്ത ഒരു ആട് പുറത്തു വന്നത്. ആ ആടിന്റെ കോൺസെപ്റ്റ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ലാലേട്ടൻ വരുന്നു. പ്രകാശ് വർമ്മയാണ് ആ ആട് സംവിധാനം ചെയ്യുന്നത്. ഒരു ജ്വല്ലറി പരസ്യമാണ്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലാലേട്ടൻ കണ്ട് മുട്ടുന്ന ഒരു നെക്ലസ് ലാലേട്ടന് ഇഷ്ടമാകുന്നു. ലാലേട്ടൻ അത് അദ്ദേഹത്തിന്റെ കാരവാനിലേക്ക് കൊണ്ടുപോകുന്നു. ലാലേട്ടൻ ആ നെക്ലസ് ഇട്ട് നോക്കുന്നു. ശേഷം ലാലേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് ആടിൽ മുഴുവനായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ ഇതുവരെ ചെയ്തതൊന്നും തന്നെയല്ല, ഇനിയും ചെയ്യാനായിട്ട് ഒരുപാട് ഇരിക്കുന്നു എന്ന് ലാലേട്ടന്റെ സ്ത്രൈണ ഭാവം ഏറ്റവും പുതിയ ആടിൽ കാണുമ്പോൾ വ്യക്തമാക്കുകയാണ്. മറ്റു പല നടന്മാരും സ്ത്രൈണ ഭാവത്തെ അവതരിപ്പിക്കുന്നതിനേക്കാൾ വേറെ ലെവൽ ഒരു ഇമ്പാക്റ്റ് വെറും ഒരു പരസ്യത്തിൽ ലാലേട്ടന്റെ സ്ത്രൈണത ഭാവം വന്നപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ ലാലേട്ടന്റെ മാസ് പുരുഷത്വ പൗരുഷം എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഘടകം ഒരു പരസ്യത്തിൽ വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ലാലേട്ടൻ കാണിച്ചു തരുമ്പോൾ ലാലേട്ടൻ ഇതുവരെ ചെയ്തതൊന്നും തന്നെയല്ല, ഇനിയും ഒരുപാട് ചെയ്യാനായിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പരസ്യം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പരസ്യം വന്നതിന് ശേഷം പലരും കരുതിയത് ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആകുമെന്നാണ്. എന്നാൽ തികച്ചും പ്രശംസയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആകെ ഒരു നിരാശ ലാലേട്ടൻ ആരാധകരിൽ ഉള്ളത് ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം തന്നെ ഒരു പരസ്യത്തിൽ കൊണ്ടുപോയി ചെയ്യുന്നതിന് പകരം ഒരു സിനിമയിൽ ചെയ്തൂടെ, മുഴുനീള സിനിമ വേണം എന്നൊരാവശ്യമെല്ലാം തന്നെയാണ് ശക്തമാകുന്നത്. ആകെ മൊത്തത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടൻ തരംഗം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ 2025 ലാലേട്ടനെ എന്നും ഓർത്തു വയ്ക്കാവുന്ന ഒരു വർഷമായിട്ട് മാറുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ, 200 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ, ഇതൊന്നും കൂടാതെ ലാൽ ഭാവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരെ കൊണ്ട് തുടരും സിനിമ കണ്ട് അതിലെ അഭിനയ പ്രകടനം കണ്ട് കൈയടിപ്പിക്കാനായിട്ടും ലാലേട്ടന് സാധിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. തുടരും സിനിമയിൽ കാണാനാവാതെ പോയ ഫെമിനിൻ ടച്ച് ഇപ്പോഴത്തെ ഒരു പരസ്യത്തിലൂടെയും ലാലേട്ടൻ കാണിച്ചു തന്നിരിക്കുന്നു. ഇതിൽ പരം ഒരു നടന് ഒരു വർഷം സംതൃപ്തമാകാനായിട്ട് വേറെ എന്ത് വേണം? എന്തായാലും ലാലേട്ടൻ അദ്ദേഹത്തിന്റെ വിമർശകർക്കെല്ലാം തന്നെ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഹൃദയപൂർവ്വത്തിലെ ഹാർട്ട് പേഷ്യന്റിനെ നമുക്ക് കാണുവാനായിട്ട് കാത്തിരിക്കൂ കൂടുതൽ ലാലേട്ടനെ കുറിച്ചുള്ള വാർത്തകൾ അറിയുവാനായിട്ട്.